നീ വിചാരിക്കണ പോലെ അല്ല, മോനാണ് നല്ല എന്നെ തല്ലിയത്. അമ്പിളി, നീ ചുമ്മാ അങ്ങേ രക്ഷിക്കാൻ വേണ്ടി വെറുതെ ഓരോന്ന് പറയല്ലേ. എടി നീ കൂടുതൽ ഒന്നും പറയണ്ട. അയാള് നിന്നെ കടപ്പുറത്ത് വെച്ച് ഉപദ്രവിക്കാൻ നോക്കിയതും നീ പറഞ്ഞാണോ ഞാൻ അറിഞ്ഞത്? അല്ലല്ലോ. അതുപോലെ തന്നെ ഈ സംഭവം നീ പറഞ്ഞിട്ടല്ല ഞാൻ അറിയുന്നത്, അയാൾ പറഞ്ഞിട്ടാ. നിന്നെ ഇനിയും ഉപദ്രവിക്കുന്ന എന്റെ മുന്നിൽ നിന്ന് വെല്ലുവിളിച്ചിട്ട് അയാൾ പോയത്. അത് നീ കേട്ടല്ലേ? ആ ചേച്ചി, ഞാൻ ചേച്ചി അങ്ങോട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു. എന്തു പറ്റി? ചേച്ചി, അങ്ങേര് അമ്പിളി ആളെ വിട്ട് തല്ലിച്ചു. ആര്? മോഹനോ? പിന്നെ അല്ലാതാര്? എന്നിട്ട് ഇവൻ എന്നോട് ഇതൊന്നും പറഞ്ഞില്ല. അവന്റെ മുഖത്തൊക്കെ നല്ല പരിക്കുണ്ട്. ഇതുപോലെ ഇനിയും ചെയ്യുന്ന അയാൾ എന്റെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടാ പോയത്. ഇതങ്ങനെ വിട്ട ശരിയാവത്തില്ലല്ലോ. അതെ, അങ്ങനെ വിട്ടാ പറ്റില്ല ചേച്ചി. ഞാൻ ഫോണിൽ വന്നേ. ഹലോ ചേച്ചി. ആ അമ്പിളി, ചേച്ചി എവിടെ ഉള്ളേ? ഞാൻ വീട്ടിലുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് നടന്നതെന്ന് വ്യക്തമായിട്ട് പറയാം. ആ ശരി. എന്താടാ ഞാൻ അറിയാൻ പാടില്ലാത്തൊരു രഹസ്യം? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് നിനക്ക് വിശ്വസിക്കാൻ പറ്റണല്ലോ. ഇനി ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് ചേച്ചി പറയുമ്പോൾ നീ വിശ്വസിച്ചാൽ മതി. ആ ശരി, ഞാൻ ഇറങ്ങുക. ഞാൻ നിന്നോട് വിളി. അഞ്ജു, ഇതെന്താ സത്രോ മറ്റോ ആണോ? വരുന്നവർക്കും പോകുന്നവർക്കും കയറി നിരങ്ങാൻ. അതാമ്മ ഞാനും ആലോചിക്കുന്നേ. കുറച്ചുനാൾ ഇവനെ കാണാതായപ്പോ ഞാൻ വിചാരിച്ചു ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുന്നു. മോഹനായിട്ട് ഇതൊന്നും അറിയുന്നില്ലാവോ? എടീ, നിന്നെപ്പോലുള്ള വിഷത്തിനൊന്നും ആരും തല്ലിക്കൊല്ലുന്നില്ലല്ലോ. അപ്പൊ എനിക്ക് കുറച്ച് കാലം കൂടി ജീവിക്കാം. അമ്മേ നീന്നാ? യശോദാമ്മയെ ഞാൻ എന്നും അമ്മേന്ന് വിളിക്കാറുള്ളൂ. ഇപ്പൊ ഞാൻ നീന്ന് വിളിച്ചത് നിന്നെ തന്നെയാ. നിനക്കെന്താടാ ഇവിടെ കാര്യം? ഭർത്താവും വീട്ടുകാരും അവള് നോക്കാണ്ടിരിക്കുമ്പോ കൂട്ടുകാരനായി ഞാനെങ്കിലും അവിടെ ഒന്ന് നോക്കണ്ടേ? ആ വേണം വേണം, നീ നോക്കിയേന്റെയാ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞത്. ഇതിനൊന്നും മറുപടി പറഞ്ഞു കളയാനേ എന്റെ കയ്യിൽ സമയമില്ല. നിങ്ങളൊന്നും അവളെ നോക്കാൻ പോകണമെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ വരും അവളെ നോക്കാൻ. ഇവിടെ എന്റെ കെട്ടിയോന് ഏട്ടത്തി സ്നേഹം, വേറൊരുത്തന് കൂട്ടുകാരി സ്നേഹം. എന്നെ ഇതുപോലെ സ്നേഹിക്കാനൊന്നും ആരുമില്ലേ? ഇതൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ നിന്റെ മനസ്സിന്റെ വളർച്ചയില്ലായ്മേന്റെ കുഴപ്പമാ. നീ വല്ലപ്പോഴും പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കി വീട്ടിൽ തന്നെ കുത്തിരിക്കാണ്ട്. നാടൊക്കെ ഒരുപാട് പുരോഗമിച്ചു. ഇപ്പോഴും ഇവിടെ കൂട്ടുകാരനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. എടാ മതിയടാ, നീ പറഞ്ഞു പോലെ എങ്ങോട്ടേക്ക് കയറി പോകുന്നത്? മര്യാദക്ക് വീട്ടിൽ പോകുന്ന എന്നെ പിടിച്ചിരുന്നത് നിങ്ങൾ തന്നെയല്ലേ? നീ നിന്റെ കൂട്ടുകാരെ കണ്ട അവൾ സുഖമായിട്ട് ഇരിപ്പുണ്ടല്ലോ ഇവിടെ. എന്നാ ശരി, വിട്ടോ. ഞാൻ അല്ലെങ്കിൽ ഇവിടെ താമസിക്കാൻ വന്നതൊന്നുമല്ല, ഞാൻ പോവാ. ഓ, എന്താ നോക്കാൻ പറ്റും അഹങ്കാരം. അമ്മ രണ്ട് വർത്താനം കൂടി പറഞ്ഞിട്ട് വിട്ടാ മതിയായിരുന്നു. എങ്ങനെ പറയാനാണ്? തലക്ക് വട്ടായി നിക്കണെന്ന് എന്റെ വായി കിടന്ന മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. അതിനിപ്പോ അമ്മയല്ലേ തുടങ്ങിയത്? ഞാൻ തുടങ്ങുന്നത് എല്ലാം ഏറ്റ് പിടിക്കരുത്. പിടിച്ചതേ ഇങ്ങനെ ഇരിക്കും. നീ നിന്റെ കാര്യം നോക്കി പോയിക്കാൻ അഞ്ജു. അവസാനം എല്ലാം കൂടി എന്റെ തലയിലിട്ടുവാണല്ലോ. Rega, rega, maga, 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 rega, rega, rega.